അപ്പോൾ നമ്മളെ കടലാസ് പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കണം, പിന്നെ സമയം കിട്ടിയില്ല. പിന്നെ നിറയെ ഉണ്ടാവട്ടെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് കടലാസ് പൂവല്ല, ഇതിന് നിറയെ പൂ ഉണ്ടാവട്ടെ. പിന്നെ പറയുന്നതിനെ കുറിച്ചിട്ട് അപ്പോൾ ഫുള്ള് വീഡിയോ കാണട്ടെ എല്ലാവരും. അപ്പോൾ എല്ലാ കളറും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വയലറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ, വയലറ്റ് ചെടി. പിന്നെ കുറേ കുമ്പൂച്ചി വയലറ്റ് കുറേ ഉണ്ടായിട്ടുണ്ട്, വേറെ ചട്ടിയിലൊക്കെ അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതാട്ടിൻ്റെ പൂന്തോട്ടം എന്നൊന്നും പറയാൻ പറ്റില്ല, ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇത് ഞാൻ അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയ്താട്ടോ. അപ്പോൾ ഒരു വലിയൊരു ഞാവൽ മരം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചുവട്ടിലാണ്. അപ്പോൾ നല്ല കാറ്റൊക്കെ ഉണ്ടാവും, നല്ല തണലും ഉണ്ടാവും. കാറ്റൊക്കെ വീശുമ്പോൾ നല്ല രസമായിട്ട് അതിൻ്റെ അടിയിലിരിക്കുക. അപ്പോൾ ഫ്രീ ആകുമ്പോൾ ഞാൻ ഇതിന് വന്നിരിക്കും കേട്ടോ. അപ്പോൾ കടലാസ് പൂ ഇങ്ങനെ കാണും അവിടെ ഇരുന്നാൽ. ഇപ്പോൾ നല്ല രസമായിട്ടാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂക്കളും എല്ലാ പൂക്കളും ഇഷ്ടം തന്നെ. കൂടുതൽ കടലാസ് പൂവിനോടാണ് ഒരു പ്രിയമുണ്ട്. അപ്പോൾ ഒഴിവ് സമയമൊക്കെ ഇവിടെ അങ്ങനെ വന്നിരിക്കും. ഇപ്പോൾ നമ്മളെ കടലാസ് പൂവ് എന്താ പറയുക, ഞാൻ ഇനി ഇവിടെ പുറത്തൊക്കെ പോകുമ്പോൾ നിറയെ ഇല കാണാതെ നിറച്ചും അങ്ങനെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഉണ്ടായിട്ടില്ല, എന്നാലും കുഴപ്പമില്ല, നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി ഉണ്ടായിരിക്കും. ഞാൻ വളമൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യട്ടെ. അത് ഇല കാണാതെ നിറച്ചിങ്ങനെ ഉണ്ടാവാം. ഒരുവിധമൊക്കെ ഞാൻ പ്രൂൺ ചെയ്യലും അതൊക്കെ ചെയ്യാറുണ്ട്. വെള്ളം അതിനനുസരിച്ചൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാലും ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതി. മറ്റേ ഇങ്ങനെ പടർന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കും കാട് പോലെ. ഇപ്പോൾ അതിൽ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷേ പൂക്കൾ കുറച്ച് കുറവില്ല പോലൊക്കെ ഒരു തോന്നൽ ചിലത് കുഴപ്പമില്ല. പിന്നെ കുറേ തൈ ഉണ്ടെന്ന് നഷ്ടപ്പെട്ടു കേട്ടോ, ഒക്കെ ഉണങ്ങിപ്പോയി. ഇങ്ങനെ ആരോ പിടിച്ച് വലിച്ചിട്ട് അങ്ങനെ ഇളകിയിട്ടൊക്കെ കയറ്റി അങ്ങനെ കുറച്ച് ചെടി പോയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ചെടികൾ ഏതാണെന്ന് അറിയണില്ല, കളറൊക്കെ അങ്ങനെ കൊമ്പിലൊക്കെ വരുന്നുള്ളൂ. ചിലത് നല്ല മഞ്ഞ 2 ടൈപ്പൊക്കെ ഉണ്ട്, 2-3 ടൈപ്പ് ഉണ്ട് പല ചെടികളും. ചിലതിങ്ങനെ വരുന്നുള്ളൂ, ഏതാണെന്ന് അറിയാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഫുള്ളായിട്ട് വന്നിട്ട് ഇനി ഒരു ദിവസം ഞാൻ വീഡിയോ ചെയ്യാൻ കേട്ടോ. നിറയെ പൂക്കൾ വന്നാൽ അപ്പോൾ കുറച്ച് വന്നിട്ടുള്ളൂ. ഇത് കണ്ട 2 കളറായിട്ടുള്ളത്, വെള്ളയും റോസും മിക്സായിട്ട്. അതിൽ ഞാൻ വേറൊരു തൈ ബെഡ് ചെയ്യാന്ന് അറിയില്ല, അങ്ങനെ ചുറ്റിയിട്ട് അതുപോലെ ചെയ്ത് വെച്ചിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഉണ്ടായി നല്ല രസമുണ്ടാവും. അതിൽ 3 കളറായിട്ട് ഇതൊക്കെ. അപ്പോൾ ഞാൻ അതും കൂടി വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കൊണ്ടുവരുന്ന ചെറിയൊരു തെയ്യട്ടാ, അതിലും മഞ്ഞ പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഞാനത് മൊത്തത്തിൽ കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ ചെറുതിലുണ്ടായിട്ട് നല്ലൊരു സന്തോഷമൊക്കെ. അതിന് നിറയെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വേറെ ചെറുതിരിക്കുന്നുണ്ട്, അതിൽ റോസ് ഉണ്ടായിട്ടുണ്ട്. അതിൽ കാണുന്നുണ്ടാവും, അടുത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ അത് ചെറുതിലുണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ, കുഞ്ഞു ചെറുതിൽ. ഇത് റംബൂട്ടാനായിരുന്നിട്ട് നല്ല അടിപൊളിയായിട്ട് വന്ന പക്ഷേ ഉണങ്ങിപ്പോയി. ഇതാണ് ഞാൻ പറഞ്ഞ വളം. അപ്പോൾ ഇത് ഞാൻ നല്ല ഇട്ട് കൊടുത്തിട്ടാണ്. പിന്നെ ഞങ്ങളെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ കാണിച്ചേച്ചി മാങ്ങ നിറയെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഉണ്ടാവണുള്ളൂ ഇപ്പോൾ. പിന്നെ നമ്മൾ ചാമ്പക്ക, നല്ല ആപ്പിൾ ചാമ്പക്ക കേട്ടോ. അതിൻ്റെ വീഡിയോസ് എന്തായാലും ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്, നിങ്ങളെല്ലാവരും കാണണം. പിന്നെ ഇവിടെ വേറെ ചെറിയ പച്ചക്കറികളൊക്കെ ഉണ്ട്. പിന്നെ സമയത്തിന് സീതാപ്പഴം അതുണ്ട്. അപ്പോൾ ഇതെല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പച്ചക്കറികൾ കൊടുന്നിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പച്ചമുളകൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തക്കാളി ഇങ്ങനെ ഉണ്ടാവുന്നുള്ളൂ. പച്ചമുളക് ഉണ്ടാവും. അപ്പോൾ വീട്ടിലൊക്കെ അങ്ങനെ പച്ചക്കറി ഉണ്ടാകുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. ഒക്കെ കുറച്ചായാലും തക്കാളി പഴുത്തിട്ടില്ല കേട്ടോ, ഉണ്ടാവുന്നുള്ളൂ. പിന്നെ സപ്പോട്ട മരം കേട്ടോ, ഭയങ്കര കാറ്റവിടെ. അപ്പോൾ നല്ല രസമുണ്ട്, വെയിലുണ്ട്. അപ്പോൾ ഇതാട്ടോ നമ്മളെ വഴുതനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ വഴുതനങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട്. ചാമ്പമരത്തിന് നിറയെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ പിന്നെ വീഡിയോ ചെയ്യാം. പിന്നെ അത് സപ്പോട്ട മരം കേട്ടോ.
ഇഷ്ടംപോലെ സപ്പോർട്ട് ഉണ്ടാവും. ഇത്ര കുറേ കിട്ടിയിരിക്കണം. ഇപ്പോൾ 2 ദിവസം മുന്നേ കൂടി ഞാൻ വിശ്വസിച്ചിട്ടുള്ളൂ കേട്ടോ. കുറേ ഒരു 2 കിലോനൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഇത് ഫുൾ ടൈം എല്ലാ സീസണിലും ഉണ്ടാവും കേട്ടോ. അങ്ങനെ അതിനായിട്ടൊരു പ്രത്യേക സീസണൊന്നുമില്ല. എപ്പോഴും ഇതിന്മേന്ന് പൊട്ടിക്കാൻ നോക്കും. അങ്ങനത്തെ ഒരു മരം, കുഞ്ഞു മരം, അധികം ഹൈറ്റൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ അത് വാങ്ങി തൈ വെച്ചതാണ് കേട്ടോ. അന്ന് മുതൽ ഇതുവരെ കിട്ടുന്നുണ്ട്. പിന്നെ അതവിടെ ചീര പാകിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടായാൽ ഞാൻ വീഡിയോ ചെയ്യാം. പിന്നെ എന്നിട്ട് ഞാൻ പറഞ്ഞ ഞാവൽ, ഇതിന്മേൽ നിറയെ ഞാവലുണ്ടാവും കേട്ടോ. ഞാവൽപ്പഴം അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ അത് ഉണ്ടായാൽ പിന്നെ അവിടെ ഒന്നും ഇരിക്കാൻ പറ്റില്ല. അങ്ങനെ ഫുള്ളും മുറ്റാകെ നിറയും, അത്ര ഉണ്ടാവും. അപ്പോൾ അത്ര ഉള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും വീഡിയോ കാണണം.